ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ 1-3 ഗോളുകൾക്കാണ് ബ്രസീൽ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തിയത്. ഇനിയിപ്പോൾ ബ്രസീലിനെ കാത്തിരിക്കുന്നത് വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് ബ്രസീൽ. പക്ഷെ വലിയ പ്രതീക്ഷകൾ ഒന്നും ഇത്തവണ ബ്രസീലിനില്ല. കാരണം 2022 വേൾഡ് കപ്പിന് ശേഷം സ്ഥിരതയില്ലാത്ത ഒരു പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ കാർലോ ആഞ്ചലോട്ടിയിലും അദ്ദേഹത്തിൻ്റെ സംഘത്തിലും ആരാധകർ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും ബ്രസീലിയൻ സൂപ്പർ താരമായ കാസെമിറോ വരുന്ന വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു വേൾഡ് കപ്പ് സൈക്കിൾ അത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സ്ട്രോങ് ആയിക്കൊണ്ട് തന്നെയാണ് ബ്രസീൽ വരുന്നത്. മോഡ്രിച്ചും പറഞ്ഞിട്ടുണ്ട് ബ്രസീൽ ഇത്തവണ സ്ട്രോങ് ആണ് എന്ന കാര്യം എന്നൊക്കെയാണ് കാസെമിറോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത്തവണത്തെ വേൾഡ് കപ്പ് സൈക്കിൾ വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷേ വേൾഡ് കപ്പിന് ഞങ്ങൾ കരുത്തരായി കൊണ്ട് തന്നെയാണ് എത്തുന്നത്. ഞങ്ങൾ ഇനിയും ഇംപ്രൂവ് ആവേണ്ടതുണ്ട് എന്നത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഏറ്റവും മികച്ച രൂപത്തിൽ ഞങ്ങൾ വേൾഡ് കപ്പിൽ എത്തും. ബ്രസീൽ ഒരു ടാലന്റ് ഫാക്ടറിയാണ്. വരുന്ന വേൾഡ് കപ്പിൽ ഞങ്ങൾ എല്ലാം നൽകുക തന്നെ ചെയ്യും. മത്സരശേഷം ഞാൻ മോഡ്രിച്ചിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നല്ല സ്ട്രോങ് ആയ ടീമാണ് എന്നാണ്. ഇതാണ് കാസെമിറോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. ഒരുപാട് മികച്ച താരങ്ങൾ ബ്രസീലിൽ ഉണ്ട്. നല്ല ഒരു ടാലന്റ് ഫാക്ടറിയാണ് ബ്രസീൽ. ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ വേൾഡ് കപ്പിന് ബ്രസീൽ എത്തും എന്നൊക്കെയാണ് ഇപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും വേൾഡ് കപ്പിന് മുന്നേ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ ഇപ്പോൾ ബ്രസീൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് ഒന്ന് മൊറോക്കോയാണ്. അതുപോലെ തന്നെ ഹൈത്തി, സ്കോട്ട്ലാൻഡ് എന്നിവരാണ് മറ്റു എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.